Hello everyone, welcome to Ejiport Plus One Commerce and Humanities. It's me, Nafi. അപ്പോൾ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് മോഡൽ എക്സാമിലേക്കുള്ള സമയം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്ലസ് വൺ കുട്ടികൾ ഇപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യം 2-3 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഒന്ന്, നിങ്ങളിപ്പോൾ എത്ര സമയം ഡെയിലി പഠിക്കാറുണ്ട്? നിങ്ങൾക്ക് ഏറ്റവും ടഫായുള്ള വിഷയം ഏതാണ്, ഈസി ആയിട്ടുള്ള വിഷയം ഏതാണ്? മൂന്നാമതായിട്ട്, നിങ്ങളിപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ ക്ലാസ് എടുക്കലാണോ, ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ റിവിഷൻ ആണോ, എന്താണ് പരിപാടി എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ പല കുട്ടികളും ചോദിക്കുന്നുണ്ട് പ്ലസ് വൺ ഹിസ്റ്ററിയുടെ ഓരോ ചാപ്റ്ററിനും വെയിറ്റേജ് ഒന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്ന് വന്നിട്ടുള്ളത് പ്ലസ് വൺ ഹിസ്റ്ററിയുടെ ഓരോ ചാപ്റ്ററിന് വെയിറ്റേജ് പറയാനാണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്തോ, ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ. നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പരിചയത്തിൽ ആരൊക്കെ പ്ലസ് വൺ ഹിസ്റ്ററി പഠിക്കുന്നുണ്ടോ അവർക്കൊക്കെ വീഡിയോ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലസ് വൺ ഹിസ്റ്ററിയിൽ മൊത്തം പഠിക്കാനുള്ളത് 10 ചാപ്റ്റേഴ്സ് ആണ്. അതൊരു അപ്രോക്സിമേറ്റ് വെയിറ്റേജ് ആട്ടോ. ഒന്നാമത്തെ ചാപ്റ്റർ റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് എന്ന് പറയുന്ന മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററിൽ നിന്ന് 10 മുതൽ 12 മാർക്ക് വരെ ചോദ്യങ്ങൾ എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. ഈ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള an empire across 3 continents, 3 വൻകരകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന റോമൻ സാമ്രാജ്യ ചാപ്റ്ററിൽ നിന്ന് 10 മുതൽ 12 മാർക്ക് വരെ ചോദിച്ചേക്കാം. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് അല്ലേ. അതിൽ ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ടൈം എന്നുള്ള പേര് ചിലപ്പോൾ നിങ്ങളുടെ സ്കൂൾ എടുത്തിട്ടുണ്ടാവാം. ഈ ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് ഉള്ള ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താ, 2 കൊല്ലം മുന്നേ ഇത് ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു, ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ടൈം എന്നുള്ള പേരിൽ. ഗവൺമെന്റ് എന്ത് ചെയ്തു, ആ ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ടൈം എന്ന് കുറച്ച് പോർഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് അഡീഷണൽ ടെക്സ്റ്റ് ബുക്കിലേക്ക് ആഡ് ചെയ്തിട്ട് മൂന്നാമത്തെ ചാപ്റ്റർ ആക്കി മാറ്റി. അതാണ് ഇത് ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് കേട്ടോ. ഇതിൽ നിന്ന് 8 മുതൽ 10 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. നാലാമതാണ് ഇത് കൾച്ചറൽ ഫോർമേഷൻ ദി മിഡിൽ ഏജസ്. ഇതിൽ 2 കാര്യം നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഒന്ന് ഇസ്ലാമിക് എംപയർ, ഇസ്ലാമിക സാമ്രാജ്യത്തെ കുറിച്ചിട്ടും, രണ്ടാമതായിട്ട് നോർത്ത് അമേരിക്കൻ സിവിലൈസേഷൻ, ആസ്ടെക്കിനെ കുറിച്ചിട്ട്, മായൻസിനെ കുറിച്ചിട്ട്, അതേപോലെ ഇൻകകളെ കുറിച്ചിട്ട്, അരാവാക്സിനെ കുറിച്ചിട്ട്, അവരെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇത് 12 മുതൽ 14 മാർക്ക് വരെ ചോദിച്ചേക്കാം. നൊമാഡിക് എംപയർ ഉണ്ട്, 5ാമത്തെ ചാപ്റ്റർ, 6 മുതൽ 8 മാർക്ക് വരെ ചോദിക്കും. 3 ഓർഡേഴ്സ്, 3 ക്രമങ്ങളുണ്ട്, 10 മുതൽ 12 മാർക്ക് വരെ ചോദിക്കും. ചേഞ്ചിങ് കൾച്ചർ ട്രഡീഷൻ, 7ാമത്തെ ചാപ്റ്റർ ആണ്. ഇതും 10 മുതൽ 12 മാർക്ക് ചോദിക്കും. ഏജ് ഓഫ് ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻ, അതായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ കുറിച്ച് പറഞ്ഞൊരു ചാപ്റ്റർ ആണ്. 8 മുതൽ 10 മാർക്ക് വരെ ചോദിക്കും. ഡിസ്പ്ലേസിംഗ് ഇൻഡോജിനസ് പീപ്പിൾ, 4 മുതൽ 6 മാർക്കിന് ചോദിക്കും. പാത്ത് ടു മോഡേണൈസേഷൻ എത്ര മാർക്കിനാടാ, 4 മുതൽ 6 മാർക്ക് വരെയാണ് ചോദിക്കുക. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ പ്ലസ് വൺ പബ്ലിക് എക്സാമിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് വരുന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ പ്ലസ് വൺ ഹിസ്റ്ററിയുടെ ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഒരു സംശയമാണ്, സാർ ഈ ഓരോ ചാപ്റ്ററിന് നോട്ട് തരുമോ, ഓരോ ചാപ്റ്ററിന് PYQ തരുമോ, ഓരോ ചാപ്റ്ററിന് 1 ഷോട്ട് തരുമോ, ഓരോ ചാപ്റ്ററിന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരുമോ, ഒക്കെ എവിടെ അവൈലബിൾ ആണ്, നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ അവൈലബിൾ ആട്ടോ. അപ്പോൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒരു ഫോം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തോ, നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഈ ഓരോ ചാപ്റ്ററിൻ്റെയും ക്ലാസ്സുകൾ, നോട്ടുകൾ, PYQs, ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് എവിടെ അവൈലബിൾ ആണ്, നമ്മുടെ എജ്യൂപോർട്ടിൻ്റെ ബൂസ്റ്റർ ബാച്ചിൽ അവൈലബിൾ ആണ്. ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ, കാര്യങ്ങളൊക്കെ സെറ്റ് ആകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വെയിറ്റേജ് നോക്കി വെക്കുക. ഇതിൽ essay ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ 3 ഓർഡേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ കൾച്ചർ ഫോർമേഷൻ ഇൻ ദ മിഡിൽ ഏജസ്, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. an empire across 3 continents എക്സാം essay ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ചേഞ്ചിങ് കൾച്ചർ ട്രഡീഷൻ, അതായത് 1, 2, 4, 6, 7 ഈ ചാപ്റ്റേഴ്സ് ആണ് essay ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതൽ കേട്ടോ. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്തോ, പഠിച്ചു വെച്ചോ. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഷെയർ ചെയ്തോ. ഏറ്റവും ബെസ്റ്റ് കാര്യം നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാന്നുള്ള കേട്ടോ. ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ നോട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. നന്നായിട്ട് പഠിച്ചു വെക്കുക. അതേപോലെ നിങ്ങൾ ബൂസ്റ്റർ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ nafi.ejupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തൊന്ന് മെസ്സേജ് അയച്ചോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ലിങ്ക് ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.